നമസ്കാരം, എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ ആഴ്ചകളും നമ്മൾ ചെയ്യാറുള്ളതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഷോർട്ട് ടേമിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഷോർട്ട് ടേമിന് വേണ്ടി വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളുടെ പുതിയൊരു വാച്ച് ലിസ്റ്റ് നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളുടെ പെർഫോമൻസിനെ പറ്റിയും അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളുടെ പുതിയൊരു വാച്ച് ലിസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെയായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാനലിൽ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകളും അതുപോലെ തന്നെ ഞാൻ വാങ്ങുന്ന സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. ഇനി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ വന്നിട്ട് ഇവിടെ കാണുന്ന ഒരു പേര് വൈശാഖ് വിജയ് എന്ന് പറഞ്ഞ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് വെച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ ലിങ്ക് വെച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്കൽ അനാലിസിൻ്റെ പെയ്ഡ് കോഴ്സിൽ 2 വീക്കിൻ്റെ ഫ്രീ ആക്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസർ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റ് എൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ആ ഒരു യൂസർ ഐ ഡി ഷെയർ ചെയ്താൽ മതി. ഞാൻ ആ ഒരു കോഴ്സിൻ്റെ നിങ്ങൾക്ക് ആ ടെക്നിക്കൽ അനാലിസിസ് കോഴ്സിൻ്റെ ആക്സസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം ആളുകൾക്കൊക്കെ എങ്ങനെ ഒരു സ്റ്റോക്കിനെ ഇനീഷ്യൽ എങ്ങനെ അനാലിസിസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൂടിയാണ് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ചയിലേക്കുള്ള സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് അപ്ഡേഷൻ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളുടെ പെർഫോമൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ സാറ്റർഡേ വീഡിയോയിൽ നമ്മൾ 5 സ്റ്റോക്കുകളെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൊന്നാമത്തെ സ്റ്റോക്കായിരുന്നു ഹോം ഫസ്റ്റ് ഫിനാൻസ്, അതുപോലെ തന്നെ സൺ ടി വി, കാസ്ട്രോൾ, വണ്ടർല, ഗുജറാത്ത് ആൽക്കലി. അപ്പോൾ ഈ ഒരു 5 സ്റ്റോക്കുകളെ പറ്റിയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റോക്കുകൾ നമുക്ക് അത്ര വലിയൊരു പെർഫോമൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തതിൽ ഗുജ് ആൽക്കലി എന്ന് പറയുന്ന സ്റ്റോക്ക് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം 450 ബിലോ ആണ് നമ്മൾ ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞത്. ഓൾമോസ്റ്റ് 448 റേഞ്ചിലൊക്കെ ഈ ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 450 ബിലോ ലെവലിൽ നിന്ന് ഒരു 6% മൂവ്മെൻറ്റ് നമുക്ക് ഗുജറാത്ത് ആൽക്കലീസിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം മേ ബി ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ആണെന്നെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിൽ സെലക്ട് ചെയ്ത സ്റ്റോക്കിൽ ഗുജ് ആൽക്കലി നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത, അതായത് നമ്മളൊരു ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ അതിപ്പോൾ ഹോം ഫസ്റ്റ് ഫിനാൻസ് ആയാലും അതുപോലെ തന്നെ സൺ ടി വി ആയാലും കാസ്ട്രോൾ ആയാലും വണ്ടർല ആയാലും ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ എൻട്രി എടുത്ത റേഞ്ചിൽ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് 1% 2% ഒരു പ്രോഫിറ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഒന്നും നമുക്ക് ആ ഒരു ലോസ് ലെവലിലേക്ക് പോയിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും ഹോൾഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. അപ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തത് ഒരു സ്റ്റോക്ക് മാത്രമാണ്. ബാക്കി 4 സ്റ്റോക്കുകൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2% 3% റേഞ്ചിലേക്ക് ഒരു ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു പ്രോഫിറ്റ് ലെവലിലേക്ക്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വീക്കിലത്തെ സ്റ്റോക്കുകളെ പറ്റി ഒരു അപ്ഡേറ്റ് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഷോർട്ട് ടൈമിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് വാച്ചിലേക്ക് കടക്കാം. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് വെസ്റ്റ് കോസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് കറൻ്റ് ഉള്ളത് 233 റേഞ്ചിലാണുള്ളത്. ഇനി നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്താണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ചാനൽ പാറ്റേണിൻ്റെ ഫോർമേഷൻ നമ്മൾ പല സ്റ്റോക്കുകളും നമ്മൾ പേഴ്സണലി ഞാൻ ആക്റ്റീവ്ലി ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഫോർമേഷനാണ് ചാനൽ പാറ്റേൺ ഫോർമേഷൻ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എൻട്രീസ് എടുക്കാൻ പറ്റാറുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താണ് വെസ്റ്റ് കോസ്റ്റ് പേപ്പറിൻ്റെ കേസിൽ ഇപ്പോൾ ഒരു ചാനൽ പാറ്റേൺ ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കറൻ്റ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിയർ അതിൻ്റെ 200 EMA ലെവൽസിൻ്റെ അടുത്താണ് ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു വെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു എൻട്രി പ്രൈസ് അല്ലെങ്കിൽ എൻട്രി അല്ല, നമുക്ക് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു 230 228 ആ ഒരു റേഞ്ചിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ ആവറേജ് ചെയ്ത് ഷോർട്ട് ടേമിന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 233 ആണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ ഇവിടെ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്ത ഒരു ലെവൽ 230 റേഞ്ച് 230 228 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാനാണ് ഞാൻ ഒരു സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് സ്മോൾ ക്യാപ്പിലേക്ക് മിഡ് ക്യാപ്പിലേക്ക് സെല്ലിങ് വന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്കിൽ അതായത് ഒരു ഫോളോ വന്ന ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ക്രിയേറ്റ് ചെയ്ത ലോ എന്ന് പറയുന്നത്
18 റേഞ്ചിലൊക്കെയായിരുന്നു ലോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൻ്റെ കുറച്ചും കൂടി താഴെയായിട്ട്, അതായത് ഓൾമോസ്റ്റ് 216 ലെവലാണ്, 216 രൂപയുടെ ഞാൻ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതായത് ഓൾമോസ്റ്റ് ഒരു 5 to 6% സ്റ്റോപ്പ് ലോസ് ആണ് വെസ്റ്റ് കോസ്റ്റ് പേപ്പർ എന്ന സ്റ്റോക്കിൽ. അപ്പോൾ ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 228 to 230 റേഞ്ച് വിത്ത് സ്റ്റോപ്പ് ലോസ് ഒരു 14 രൂപ 15 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്കാണ് വെസ്റ്റ് കോസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടാമതായിട്ട് ഞാൻ സെലക്ട് ചെയ്ത സ്റ്റോക്കാണ് ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. നമ്മളിത് മുന്നേ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുത്തിട്ട് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയൊരു സ്റ്റോക്കായിരുന്നു ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്റ്റോക്ക്. അതിനുശേഷം ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 600 റേഞ്ചൊക്കെയായിരുന്നു സ്റ്റോക്ക് ഉണ്ടായത്. അതിനുശേഷം ഇതിൻ്റെ ഫേസ് വാല്യൂ കുറച്ചതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഫേസ് വാല്യൂ സ്പ്ലിറ്റ് അങ്ങനെ എന്തോ സംഭവിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ ഓൾമോസ്റ്റ് 170 റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്തില്ല ഒരു പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ആവറേജ് ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് 2 to 3 months ആയിട്ട് വളരെ നല്ലൊരു ഇവിടെ ഈ ഒരു 240 എന്ന് പറയുന്ന റേഞ്ചിൽ ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം വളരെ നല്ലൊരു മൂവ്മെൻറ്റ് നടന്നിട്ടാണ് ഒരു 200 റേഞ്ചിലേക്കൊക്കെ ഈ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അവിടുന്ന് ആ ഒരു റേഞ്ചിൽ റിജക്റ്റ് ആയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 170 റേഞ്ചിൽ ഇപ്പോൾ കറൻ്റ് മാർക്കറ്റിൽ നിൽക്കുന്നത് ഈ ഒരു സ്റ്റോക്ക്. അതുപോലെ നല്ല ഒരു മൊമെൻ്റ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ സ്റ്റോക്കിൽ ഉണ്ടായത്. ഇപ്പോൾ കുറച്ചൊന്ന് ഒരു സ്റ്റോക്ക് ആ ഒരു റേഞ്ചിൽ 170 റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യാണ്. അപ്പോൾ മേ ബി ഈ ഒരു റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു 170 169 റേഞ്ചിലൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ 171 നമുക്ക് ഓൾമോസ്റ്റ് 170 169 168 ആ ഒരു റേഞ്ചിലേക്ക് ഓൾമോസ്റ്റ് നമുക്ക് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാം. അതായത് ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് ഓൾമോസ്റ്റ് ഒരു 1% അല്ലെങ്കിൽ 1.5 2% താഴെയുള്ള ഒരു പ്രൈസിൽ നമുക്ക് ആവറേജ് ചെയ്ത് ഈ ഒരു ഹോൾഡ് ചെയ്യാം ഷോർട്ട് ടൈമിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്രൈസിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ആണ് 159 സ്റ്റോപ്പ് ലോസ്. അതാണ് ഞാൻ ഇവിടെ ആ ഒരു നമ്മുടെ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണുന്നുണ്ടാവും ഓൾമോസ്റ്റ് ഒരു 115, അതായത് നേരത്തെ കണ്ടതുപോലെ വെസ്റ്റ് കോസ്റ്റ് പേപ്പറിൽ കഴിഞ്ഞ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലോൻ്റെ കുറച്ച് താഴെയായിട്ടാണ് ഞാൻ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ കഴിഞ്ഞ ക്രിയേറ്റ് ചെയ്ത ലോ എന്ന് പറഞ്ഞാൽ 161 ആണ് ഈ ഒരു സ്റ്റോക്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലോയുടെ കുറച്ചും കൂടി താഴെയായിട്ട് 159 ആണ് ഞാനൊരു ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഫിൻ പൈപ്പ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിൽ കൺസിഡർ ചെയ്തിട്ടുള്ള സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്കാണ് ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്. ഇനി മൂന്നാമത്തെ സ്റ്റോക്ക്, അപ്പോൾ നമ്മൾ ഈ ഒരു വീക്കിൽ ടോട്ടലി സെലക്ട് ചെയ്തിട്ടുള്ളത് 5 സ്റ്റോക്കുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ മൂന്നാമത്തെ സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമതായിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഈ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 240 റേഞ്ചിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. നിയർ 240 ലെവലിലാണ് മസ്ഡോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ അടുത്തായിട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് നാളുകളായിട്ട് മാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ടായിട്ടുള്ളൂ. അപ്പോൾ വലിയൊരു പീരീഡിൻ്റെ ഡാറ്റയും നമുക്ക് അവൈലബിൾ അല്ല. ഈ അടുത്ത കാലത്തായിട്ട് ലിസ്റ്റ് ചെയ്ത സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഷോർട്ട് പീരീഡിൻ്റെ ഡാറ്റ മാത്രമേ നമുക്ക് ഈ ഒരു ചാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇവിടെ ഒരു നല്ലൊരു ചാനൽ പാറ്റേണിൻ്റെ ഒരു ഫോർമേഷൻ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ കറൻ്റ്ലി സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 242 ലെവലിലാണ് ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് 240 ബിലോ 240 235 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിനുള്ളിലാണ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നിയർ ഇപ്പോൾ 240 ബിലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 238 237 ആ റേഞ്ചൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. ആ ഒരു പ്രൈസിലേക്ക് നമുക്ക് ആവറേജ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് ഈ പറഞ്ഞ ഒരു പ്രൈസ് ലെവലിലാണ് നമ്മൾ ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് 220 ഓൾമോസ്റ്റ് ഈ ഒരു ലോ 222 എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. 222 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ആ ഒരു 200 EMAയുടെ അടുത്തായിട്ടാണ് വരുന്നത്. ബട്ട് അതിലും താഴത്തോട്ട് വെച്ചാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു 5 to 6% സ്റ്റോപ്പ് ലോസിനേക്കാളും കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു ലെവലിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ 235 to 240 ഇൻ ബിറ്റ്വീൻ നമ്മളൊരു ആവറേജ് പ്രൈസ് വിത്ത് ഒരു 15 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മസ്ഡോക്ക് എന്ന് പറയുന്ന സ്റ്റോക്കിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ചാനൽ പാറ്റേൺ ഫോർമേഷൻ ഉണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത്ത് കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ് മസ്ഡോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്കാണ് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നാലാമത്തെ സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലാമതായിട്ട് ഞാൻ സെലക്ട് ചെയ്ത സ്റ്റോക്കാണ് GRSC എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ മുന്നേ ഞാനൊരു നമ്മുടെ ടെലിഗ്രാം ചാനലിൽ
എൻട്രി എടുത്ത സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കായിരുന്നു GRSE എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ കറൻ്റ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 194 റേഞ്ചിലാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോർമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു നല്ലൊരു പാറ്റേൺ നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ സ്റ്റോക്കുകൾ കണ്ടതുപോലെ നല്ലൊരു പാറ്റേൺ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ പറ്റില്ല. ബട്ട് അത്യാവശ്യം നമുക്കിവിടെ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ഈ ഒരു ലെവലിൽ സ്റ്റോക്ക് തിരിച്ച് കയറി, വീണ്ടും ഇവിടുന്ന് തിരിച്ച് കയറി, പിന്നെ നമുക്ക് വീണ്ടും ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തു, വീണ്ടും ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ റെസ്പെക്ട് ചെയ്ത് സപ്പോർട്ട് എടുത്തിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് തിരിച്ച് കയറിയത്. ഓൾമോസ്റ്റ് 182 എന്ന് പറയുന്ന ലെവലിൽ ലോ വന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് തിരിച്ച് കയറിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ആവറേജ് പ്രൈസ്, അല്ലെങ്കിൽ നമുക്ക് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് നിയർ ഒരു 190-191 റേഞ്ചൊക്കെയാണ്. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ച് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 200 EMA വരുന്ന ഒരു റേഞ്ചിലൊക്കെയാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു നമുക്ക് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പറഞ്ഞ പോലെ തന്നെ 190-191 ഒക്കെയാണ് നമ്മുടെ ഒരു ആവറേജ് പ്രൈസ് എന്നുണ്ടെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്ത സ്റ്റോപ്പ് ലോസ് പറയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ ഫോളിലുണ്ടായ ഒരു ലോ, ആ ഒരു ലോൻ്റെ കുറച്ചും കൂടി താഴെയായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ്, അതായത് 190-191 നമ്മളൊരു ആവറേജ് പ്രൈസ് വിത്ത് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 170. ഇപ്പോൾ ഈ കഴിഞ്ഞ 4 സ്റ്റോക്കുകൾ നമ്മൾ കൺസിഡർ ചെയ്ത് എല്ലാ സ്റ്റോക്കുകളും നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു 5-6% എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ലോസ് മാത്രമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു GRSEയുടെ കേസിലും 179, അതായത് ഓൾമോസ്റ്റ് 6%ൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ്, 5-6%ൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ ഈ ഒരു GRSE എന്ന് പറയുന്ന സ്റ്റോക്കിലും കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞാലും പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ടാർഗറ്റ് പറയാത്തതെന്ന്. അപ്പോൾ ടാർഗറ്റ് എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ കീപ്പ് ചെയ്യുന്നത്, നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോപ്പ്, അതായത് 5% ആണ്, 5% 6% ആ ഒരു റേഞ്ചിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഹോൾഡ് ചെയ്യുന്ന ഒരു ആവറേജ് പ്രൈസിന് ആ ഒരു 5%-6% ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സേഫായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ ബുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പാർഷ്യലി ബുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അവിടെ ഹോൾഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ട്രെയിൽ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് നിങ്ങളുടേതായ രീതിയിൽ, അതായത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ടെക്നിക്കൽ അനാലിസിനെ പറ്റിയുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചൊരു ഡിസിഷൻ എങ്ങനെയാണ് ട്രെയിൽ ചെയ്യണമെങ്കിൽ ട്രെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബുക്ക് ചെയ്യാം, പാർഷ്യലി ബുക്ക് ചെയ്യാം. അത് നിങ്ങൾ അതിനനുസരിച്ച് ഡിസൈഡ് ചെയ്യാം. ബട്ട് നമ്മളൊരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ സെറ്റ് ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് പെർസെൻറ്റേജ് അത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ GRSE എന്ന് പറയുന്ന നമ്മുടെ 4ാമത്തെ സ്റ്റോക്ക്. ഇനി അതുപോലെ തന്നെ നമ്മൾ അവസാനത്തെ സ്റ്റോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കോറമണ്ടൽ ഇൻ്റർനാഷണൽ ആണ്. കോറമണ്ടലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറൻ്റ് ഉള്ള ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 814 ആണ് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ നേരത്തെ പല സ്റ്റോക്കുകളും കണ്ടതുപോലെ അത്യാവശ്യം ഒരു ചാനൽ പാറ്റേണിൻ്റെ ഒരു ഫോർമേഷൻ നമുക്ക് ഈ ഒരു കോറമണ്ടൽ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു 200 EMA കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഒരു സ്ട്രെങ്ത്ത്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ കഴിഞ്ഞ ഒരു 950 എന്ന് പറഞ്ഞ ഹൈ ക്രിയേറ്റ് ചെയ്ത് അതിന് ശേഷം ഒരു ഓൾമോസ്റ്റ് 100 പോയിൻറ്റ്സിൻ്റെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 200 പോയിൻറ്റ്സിൻ്റെ അടുത്തുള്ളൊരു ഫോളോ വന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും ചെറിയൊരു റിക്കവറി ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അപ്പോൾ മേ ബി ഈ ഒരു മാർക്കറ്റിനോട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു കോറമണ്ടൽ എന്ന് പറഞ്ഞ സ്റ്റോക്കിലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു എൻട്രി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് നിയർ ഒരു 805, 805, 800 രൂപ 805 റേഞ്ചിനുള്ളിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ ആവറേജ് ചെയ്ത് ഷോർട്ട് ടേമിന് വേണ്ടി ഹോൾഡ് ചെയ്യാം. അതായത് ഇപ്പോഴത്തെ പ്രൈസിന് ഓൾമോസ്റ്റ് ഒരു 1% താഴെയായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ ആവറേജ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ലൊരു വോളിയം ഈ ഒരു സ്റ്റോക്കിൽ ട്രേഡ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 805-800 രൂപ റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ കോറമണ്ടൽ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ് 755 എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ലോസ്. അതായത് ഈ കഴിഞ്ഞ ഫോളിലുണ്ടായ ഒരു ലോഡ് കുറച്ചും കൂടി താഴെയായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ആണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ 5-6% സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഏറ്റവും ഈ വീക്കിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും അവസാനത്തെ പിക്ക് എന്ന് പറയുന്നത് കോറമണ്ടൽ. ഇപ്പോൾ ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 5-8 സ്റ്റോക്കുകളൊക്കെ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ അത് കുഴപ്പമില്ലാത്ത ചിലപ്പോൾ ഒരു 10 കഴിഞ്ഞ വീക്കിലൊക്കെ ഒരു 10 സ്റ്റോക്കുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ സ്റ്റോക്കുകൾ ഈ ഒരു വാച്ച് ലിസ്റ്റ് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് ഫോളോ ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുന്നത് എനിക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അകത്തും ആ ഒരു വാച്ചസിനും കൂടി കുറച്ചും കൂടി ഫിൽറ്റർ ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റാണ് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറേ സ്റ്റോക്കുകൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വീക്കിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 8 സ്റ്റോക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ കഴിഞ്ഞ വീക്കിലത്തെ കേസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 8-9 സ്റ്റോക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒഴിവാക്കിയ ഒരു 4 സ്റ്റോക്കിലായിരുന്നു ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായത്. ആ ഒരു ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ സ്റ്റോക്കിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കുറേ സ്റ്റോക്കുകൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഒഴിവാക്കിയത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീക്കിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള 5 സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. വെസ്റ്റ് കോസ്റ്റ് പേപ്പർ, ഫിൻപൈപ്പ്, മസ്ഡോക്ക്, GRSC, കോറമണ്ടേൽ. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരിക്കലും ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ടോ ടിപ്പായിട്ടോ കൺസിഡർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കുകൾ നിങ്ങളുടെ അനാലിസിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം സ്റ്റോക്കുകൾ നിങ്ങൾക്ക് എൻട്രി എടുക്കുക. അല്ലാതെ ഒരിക്കലും ഞാൻ പറഞ്ഞതുകൊണ്ട് എൻട്രി എടുക്കാതിരിക്കുക. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.